ഇറാൻ യുദ്ധത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയർത്തി സമാധാന ചർച്ചകളെക്കുറിച്ച് വാർത്ത വരുന്നു. US സംഘം പാകിസ്ഥാനിൽ എത്തുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ എത്തിയിട്ടുമുണ്ട്. സമാധാന ചർച്ചയ്ക്കല്ല വന്നത് എന്നും അമേരിക്കൻ സംഘത്തെ കാണില്ല എന്നും അരാക്ചി പറഞ്ഞിട്ടുണ്ട് എങ്കിലും പരോക്ഷമായെങ്കിലും ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ലോകത്തിന്റെ മൊത്തത്തിലുള്ള താൽപര്യത്തെ മുൻനിർത്തി അവസാനിക്കണം. അമേരിക്കയും ഇസ്രായേലും അഴിച്ചുവിട്ട ഈ യുദ്ധം ആഗോളതലത്തിൽ ആഘാതം സൃഷ്ടിക്കുകയാണ്. എണ്ണയുടെയും വാതകത്തിന്റെയും ലഭ്യതയും വിലയും സംബന്ധിച്ച പ്രശ്നത്തിന് പുറമെ പൊതു സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കൃഷി, ഉൽപാദനം, ലോജിസ്റ്റിക്സ്, യാത്ര, ടൂറിസം മുതലായവയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഇതിനിടയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചർച്ചകളിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ. ഇരുവശത്തും വിട്ടുവീഴ്ച വേണം. പക്ഷേ ഒരു വശത്ത് ട്രംപ് നിൽക്കുമ്പോൾ ചർച്ച നടത്തുക എന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. രാഷ്ട്രങ്ങളുമായി ഇടപെടുന്നത് ബിസിനസ് സംരംഭങ്ങളുമായി ഇടപെടുന്നത് പോലെയാണ് എന്നും പണമുണ്ടാക്കൽ മാത്രമാണ് പ്രേരക ശക്തിയെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നു. ഭീഷണികൾ നയതന്ത്രത്തിനുള്ള ഒരു ഉപകരണമാണ് എന്നും നിലപാടുകൾ മാറ്റുന്നത് നിരന്തരം ചർച്ചകളിൽ മുൻതൂക്കം നൽകുമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രസിഡന്റാണ് അമേരിക്കയെ നയിക്കുന്നത്. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ താൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ പരസ്യമായ ഒരു റണ്ണിംഗ് കമന്ററിയായി നടത്തുന്ന ട്രംപ് ചർച്ചയുടെ ഗൗരവത്തെ ഇല്ലാതാക്കുന്നു. അത് ഫലപ്രദമായ ഒരു തന്ത്രമാണ് എന്നും തനിക്കാണ് അത് ഏറ്റവും നന്നായി അറിയാവുന്നത് എന്നും ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. പൊതുജന മധ്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വാക്കുകൾ തന്നെയാണ് ചർച്ച ചെയ്യുന്ന കക്ഷികൾക്കിടയിലും ഉപയോഗിക്കുന്നത്. ഇത് ചർച്ചകളിൽ വിശ്വാസം ഇല്ലാതാക്കുന്നു. ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കിയ ശേഷമാണ് സമാധാന ചർച്ച അമേരിക്ക വിളിച്ചത്. ചർച്ചകൾക്കിടയിൽ അമേരിക്കയും ഇസ്രായേലും 2 തവണയാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരോട് ഇറാന് ഈ അവിശ്വാസമുണ്ട്. അടുക്കാനാകാത്ത വിധം അകലത്തിലാണ് ഇവർ. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പിന്നാലെ ഇറാനിലെ സൈനിക തീരുമാനങ്ങൾ വിവിധ കമാൻഡ് സെന്ററുകളിലേക്ക് വികേന്ദ്രീകരിച്ചു. അതിനാൽ പുതിയ നേതൃനിരയെ ഉന്നം വെച്ചിട്ടും കാര്യമില്ല എന്ന തരത്തിലായി അമേരിക്കയുടെ തീരുമാനങ്ങൾ. മുജ്തബ ഖമനയെ പുതിയ പരമോന്നത നേതാവായി എങ്കിലും തീരുമാനങ്ങൾ മറ്റു പലരുമാണ് എടുക്കുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന്റെ ചുമതല ലഭിച്ച പുതിയ വ്യക്തികൾ കൂടുതൽ കർക്കശക്കാരാണ് എന്നും സൂചനയുണ്ട്. അതിനെ നേരിടാൻ പുതിയ വീമ്പിളക്കലാണ് ട്രംപ് നടത്തിയത്. ഇറാന്റെ നാഗരികതയെ തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ പോർവിളി നിരാശയിൽ നിന്നാണ് എന്ന് വായിച്ചെടുക്കുന്നവരുണ്ട്. ഇറാന്റെ പ്രശ്നത്തോടുള്ള ട്രംപിന്റെ സമീപനം യുക്തിരഹിതമാണ്. 2015 ഇറാനുമായുള്ള ആണവ കരാർ അഥവാ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇറാന്റെ ആണവ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തതാണ്. എന്നാൽ ട്രംപ് അത് നിരാകരിച്ചു. ഒമാന്റെ മധ്യസ്ഥതയിൽ 2015 ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന JPCOA ചർച്ച ചെയ്തപ്പോൾ ഇറാൻ നേരത്തെ സമ്മതിച്ച ഇളവുകൾക്ക് അപ്പുറത്തേക്ക് ചിലതുകൂടി സമ്മതിച്ചിരുന്നു. പക്ഷേ ആ ധാരണയെയും ഭരണത്തിലെത്തിയപ്പോൾ ട്രംപ് തള്ളി. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും ഇറാൻ സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫിന്റെയും നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ചകൾ ആണവ വിഷയത്തിൽ വീണ്ടും പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഒരു ആണവ ശക്തിയാണ്. ഇസ്രായേലിന് ആണവായുധങ്ങൾ ഉണ്ടെന്ന് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായി കർശനമായ പരിശോധനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ആണവ പദ്ധതി പരിശോധനകൾക്ക് വിധേയമായിട്ടില്ല. ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല. ശത്രുക്കളായ അറബ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സംരക്ഷണത്തിനായി ആണവ കവചം ആവശ്യമാണ് എന്ന് അനുമാനിക്കുന്നു. മുൻകാലങ്ങളിൽ ഇറാഖിലെയും സിറിയയിലെയും ആണവ കേന്ദ്രങ്ങൾ എന്ന് സംശയിച്ചവയെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ശക്തിയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. US ഇടപെടൽ ആവശ്യമായി വന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ വക്കിലാണ് എന്ന് വർഷങ്ങളായി ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ പറയുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധകർ ഇറാൻ ഒരു ആണവായുധ പദ്ധതി പിന്തുടരുന്നതിന് തെളിവില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് വേറെ ഒരു കാര്യം. ഒടുവിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സൈനികമായി ആക്രമിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം വിജയിച്ചു. ട്രംപ് ഈ സ്ഥലങ്ങൾ ഇല്ലാതാക്കിയതായി അവകാശപ്പെട്ടു. ഇപ്പോഴത്തെ ആവശ്യം ഇറാൻ അവരുടെ ആണവ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ പാടില്ല എന്നും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സമ്മതിക്കണമെന്നുമാണ്. ആണവ വിഷയത്തിൽ അമേരിക്ക വെച്ച നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നും ഇത് ചർച്ചകളുടെ പരാജയത്തിലേക്ക് നയിച്ചുവെന്നുമാണ് JD വാൻസ് ഇസ്ലാമാബാദിൽ പറഞ്ഞത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കില്ല എന്ന് വ്യക്തമായ പ്രതിബദ്ധത JCPOAയിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമാബാദിലെ പരാജയത്തോട് ട്രംപ് പ്രതികരിച്ചത് 90% അല്ലെങ്കിൽ 95% 100% സംതൃപ്തിയാണ് തനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് ചർച്ചയുടെ ഭാഷയല്ല, ആജ്ഞാപനത്തിൻ്റെതാണ്.
ആണവ നിർവ്യാപന കരാർ അഥവാ NPT പ്രകാരം യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഇറാൻ ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 20 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. എന്നാൽ ഇറാൻ 5 വർഷത്തേക്ക് നിർദ്ദേശിക്കുകയാണ്. ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകാർ അമേരിക്കയുടെ നിബന്ധനകൾ പരിഗണിക്കാൻ പോലും തയ്യാറല്ല. ഹോർമൂസ് കടലിടുക്കിന്റെ വിഷയത്തിലും തട്ടിക്കളിച്ചു ട്രംപ്. വിഷയം US-നെ ബാധിക്കുന്നില്ല എന്നും ബാധിച്ചവർ അത് തുറക്കണമെന്ന് ഒരിക്കൽ പറഞ്ഞു. പിന്നീട് അത് തുറക്കാൻ നാറ്റോയുടെ സഹായം തേടി. ആരും പിന്തുണയ്ക്കാതായപ്പോൾ ഇത് US സഖ്യകക്ഷികളുടെ പ്രതികരണം പരീക്ഷിക്കാൻ മാത്രമാണ് എന്ന് അവകാശപ്പെട്ടു. പിന്നീട് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ചു. പക്ഷേ അത് ചൈനയ്ക്കും ലോകത്തിനും വേണ്ടി വേണ്ടെന്ന് വെച്ചെന്ന് പ്രസ്താവിച്ചു. ഇറാനിയൻ എണ്ണ കയറ്റുമതിക്ക് ഒഴികെ കടലിടുക്ക് എല്ലാ എണ്ണ ഗതാഗതത്തിനും തുറന്നിരിക്കുന്നു എന്നായി അടുത്ത പ്രസ്താവന. പക്ഷേ തങ്ങളുടെ എണ്ണ തടഞ്ഞാൽ ഒരു രാജ്യത്തിന്റെയും എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാനികൾ നേരത്തെ പറഞ്ഞതാണ്. ഇറാന്റെ അനുമതി ഇല്ലാതെ നീങ്ങിയ കപ്പലുകളെ അവർ ആക്രമിച്ചു. ട്രംപ് നാവിക ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും കപ്പലുകൾ അതിലൂടെ കടന്നു പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം സംഭവങ്ങൾ അരങ്ങുവാഴുമ്പോഴും സമാധാന ചർച്ചകൾക്കുള്ള വട്ടം കൂട്ടലിലാണ് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഉപരോധങ്ങൾ നീക്കൽ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ചാൽ ഇറാന്റെ നിലപാട് അയയും. US കോൺഗ്രസ് നിയമനിർമ്മാണം നടത്തി ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് അംഗീകാരം നൽകേണ്ടി വരും. ചർച്ചകൾ സുഗമമാക്കുന്നതിന് US നൽകിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം നയതന്ത്ര സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ടാണ് ഈ ഉത്സാഹമെങ്കിലും. അടുത്ത ചർച്ച നടക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ JD വാൻസ് ഉണ്ടാകില്ല. ചർച്ചയിൽ പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം ഇസ്ലാമാബാദിൽ എത്തിയാൽ മതി എന്നാണ് തീരുമാനം. ഇറാനിയൻ കപ്പലിനെ അമേരിക്ക ആക്രമിച്ചതിന് ശേഷമാണ് സമാധാന ചർച്ചയെക്കുറിച്ച് അമേരിക്ക സംസാരിക്കുന്നത് എന്ന് ഇറാന് മനസ്സിലാകുന്നുണ്ട്. അതിനാലാണ് ചർച്ചയുടെ സാധ്യതയിൽ സംശയം ഉയരുന്നത്. ട്രംപിന്റെ തുടർച്ചയായ ബോംബാക്രമണ ഭീഷണികളും കൂടി കണക്കിലെടുക്കുമ്പോൾ ചർച്ച നടന്നാൽ അതിൽ ഒരു വഴിത്തിരിവോ പ്രതീക്ഷിക്കാനാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ആക്രമിച്ചത് ട്രംപ് ചെയ്ത വലിയൊരു തെറ്റാണ്. സാഹചര്യം മനസ്സിലാക്കാതെ തെറ്റായ ധാരണയുടെ പുറത്താണ് യുദ്ധത്തിനിറങ്ങിയത്. ഇസ്രയേലിനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന സന്ദേശമാണ് ഇറാൻ യുദ്ധം ഇനി വരുന്ന അമേരിക്കൻ ഭരണകൂടങ്ങൾക്കും നൽകുന്നത്. ആത്മനിയന്ത്രണമില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടുകിടക്കുന്നത്. ട്രംപിന്റെ തെറ്റായ നയങ്ങളുടെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നത് അമേരിക്കയോ യൂറോപ്പോ മാത്രമല്ല, ലോകമാകെയാണ്.